ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിതാ ഇവിടെ കുട്ടികളെ കൊണ്ടിട്ട് നമ്മൾ സ്പോർട്സിന് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ മോൻ വണ്ടിയിൽ തന്നെയാണ് വന്നത്. പിന്നെ നമ്മൾ കുറച്ച് പേരൻസ് പുറകെ വന്നാണ് കേട്ടോ. ഇത് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്, കുറച്ച് ഒരു 10 മിനിറ്റ് 5 മിനിറ്റ് ഓട്ടോ ഉള്ളൂ. മധുര ബസാർ എന്ന് പറയും, ബേപ്പൂർക്ക് പോകുന്ന റോഡ്. അപ്പോൾ നമ്മുടെ വീട് ഫറൂഖ് എട്ടേനല്ലാണല്ലോ, അപ്പോൾ സുഖമാണല്ലോ നമുക്കൊണ്ട് വരാൻ. അപ്പോൾ ചില അമ്മമാരൊക്കെ പിള്ളേരൊക്കെ കൊച്ചു പിള്ളേരൊക്കെ ആയിട്ടാണ് വന്നത്. അപ്പോൾ ഇവിടെ ടർഫിലായതുകൊണ്ട് എന്താ പറയുക, വെയിലൊന്നുമില്ല. അല്ലെങ്കിൽ നല്ലൂർ നമ്മൾ സ്റ്റേഡിയത്തിലായിരുന്നു ഉണ്ടാവല്. അവിടെയാകുമ്പോൾ നല്ല വെയിലൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ അവിടെയാണെന്ന ടീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്രാവശ്യം അവർക്ക് ടോക്കൺ കിട്ടിയില്ല അവിടുന്ന്. പക്ഷെ അത് കിട്ടാത്തത് ഇപ്പോൾ നല്ലതായെന്നും പറയുന്നുണ്ട്. അവിടെയൊക്കെ നല്ല വെയിലത്ത് ഇവർ ആയിരുന്നു നല്ല പരിപാടികൾ. അപ്പോൾ ഇതാകുമ്പോൾ കുട്ടികൾക്കും അധ്യാപകർക്കും വലിയ ക്ഷീണം ഉണ്ടാവില്ല. അപ്പോൾ ഈ ചെറിയൊരു സംഭവം വെച്ചിട്ട് 2ഉം 3ഉം ഈ ഓട്ടവും പിന്നെ ലെമൺ സ്പൂണ്, ലോങ് ജമ്പ്, അങ്ങനെയൊക്കെ ഈ ഒരൊറ്റ ഇതിൽ തന്നെ 3-4 ഭാഗം പാർട്ടീഷനായി തിരിച്ചിട്ടാണ് ഇവർ പരിപാടി നടത്തിയത്. അതുകൊണ്ട് ഒരു 3 മണി 3:30 സമയത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പരിപാടി കേട്ടോ. അപ്പോൾ മോൻ 3 ഐറ്റത്തിനാണ് ഉണ്ടായിരുന്നത്. എന്തൊക്കെയാ പറയാം, 50 മീറ്റർ ഓട്ടത്തിനുണ്ടായിരുന്നു, പിന്നെ ലെമൺ സ്പൂണ്, പിന്നെ റിലേ. 2 സിംഗിളും ഒരു ഗ്രൂപ്പായിട്ടാണ് കുട്ടികൾക്ക് ചേരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ അവർ സ്കൂളിൽ നിന്ന് തന്നെ മത്സരം നടത്തിയിട്ട് അതിന് തിരഞ്ഞെടുത്ത വിദ്യാർത്ഥികളൊക്കെ ആയിട്ടാണ് പോയത്. ഇപ്രാവശ്യം കുട്ടികൾക്ക് എന്താണ് ഇഷ്ടം അത് ചോദിച്ചറിഞ്ഞ് അത് സെലക്ട് ചെയ്തിട്ടാണ് പിള്ളേരെ കൊണ്ടുവന്നത്. അപ്പോൾ നല്ലൊരു അനുഭവമായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് മോനെ കൊണ്ടുവരുന്നത്. അല്ലെങ്കിൽ അവർ സ്കൂളിൽ നിന്നൊക്കെ പരിപാടി നടത്തൽ ചില സമയത്ത് തോന്നുന്നു എനിക്ക്, കറക്റ്റ് എനിക്കറിയില്ല. അപ്പോൾ സ്കൂളിൽ ബിൽഡിങ്ങിന് കാര്യങ്ങളൊക്കെ വർക്ക് നടക്കുകയാണ്. അപ്പോൾ ഞാൻ മോനെ കണ്ട് ഒരു ഹായൊക്കെ പറഞ്ഞ ഒരു ഫ്രണ്ട്സൊക്കെ ഉണ്ട് മോൻ്റെ. അപ്പോൾ വീഡിയോ എടുത്തപ്പോൾ ഒരു കളികളാണ് ഇപ്പോൾ കണ്ടത്. പിന്നെ എന്തൊക്കെ കിട്ടിയെന്ന് വെച്ചാൽ പ്രത്യേകിച്ചൊന്നും കിട്ടിയില്ല. നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തു എന്ന് മാത്രം. തേർഡൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഫൈനലെത്തിയപ്പോൾ ഒക്കെ പോയി. അതാ ലെമൺ സ്പൂണിലാണ് ഇപ്പോൾ മോൻ പോകുന്നത്. അപ്പോൾ എന്താ പറയുക, നമ്മൾ ഇങ്ങനെ എന്ത് കിട്ടും എന്നുള്ളതല്ല, കുട്ടികളിങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, അതെന്താണ് സംഭവം എന്നൊക്കെ അറിയണ്ടേ. അപ്പോൾ അതിൽ അവന് മനസ്സിലായി എന്താണ് റിലേ എന്നുള്ള. റിലേക്കൊക്കെ മോൻ ആദ്യമായിട്ടാണ് പോകുന്നത്. പിന്നെ ഫുട്ബോൾ കളിക്കുന്നൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ പിള്ളേരെ വെച്ചിട്ട് ഫുട്ബോൾ കളിച്ചിട്ടുണ്ടായിരുന്നു അവസാനം. ബൂട്ടുള്ള കുട്ടികൾക്ക് കയറാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ഷൂവും കൊണ്ടുവന്നിട്ടില്ല, ബൂട്ട് പിന്നെ അവനില്ല. അപ്പം ഷൂ ഉണ്ടെങ്കിൽ കയറാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാഷ്. പക്ഷെ ഇതൊക്കെ കാണുക, ഇതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളതാണ് വലിയ കാര്യം. ഇനി എന്നിട്ട് നീണ്ടു നിവർന്ന് കിടക്കില്ല വർഷങ്ങൾ. അപ്പോൾ കുട്ടികൾക്ക് ഇങ്ങനെ പങ്കെടുക്കാമല്ലോ. പിന്നെ ഫുഡ് ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് നെയ്ച്ചോറും ചിക്കൻ കറിയായിരുന്നു തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല അധ്യാപകർക്കും പേരൻസിനും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ലൊരു അനുഭവം തന്നെയായിരുന്നു. അങ്ങനെ ഒരുപാട് വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഞാൻ എന്താ വെച്ചാൽ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഞാൻ സ്പോർട്സിൽ ഈ കലാമേളകളൊക്കെ പങ്കെടുക്കുന്ന ഒരാളാണ്. അപ്പം ഇവരെ കൂടെ ചേർന്ന് ഈ എന്താ പറയുക, ഓടാനൊക്കെ തോന്നി നമുക്ക്. ഇത് കാണുമ്പോൾ നമ്മളും ആ കുട്ടിക്കാലത്തേക്ക് പോയി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനെ ഈ റീലൊക്കെ കാണുമ്പോൾ ഞാൻ ഒരുപാട് പോയ ഒരു ഇതാണ് ഐറ്റമായിരുന്നു. അതൊക്കെ ഒരു ഓർമ്മകളാണ്. എന്താ പറയുക, സങ്കടമാവും. ആ കാലമൊക്കെ ഇനി തിരിച്ച് കിട്ടുമല്ലോ അതൊക്കെ കാണുമ്പോൾ. അപ്പോൾ ഏറ്റവും നമ്മൾ അത് റീലേക്ക് ഓടുന്നതാണ്. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭയങ്കര ഒരു എക്സ്പീരിയൻസാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ദിവസങ്ങൾ അങ്ങനെ പോയി. ടീച്ചേഴ്സാണെങ്കിലും ഭയങ്കര കമ്പനിയാട്ടോ. നമ്മൾ പണ്ടൊക്കെ ടീച്ചേഴ്സ് ആയാലൊന്നും മിണ്ടാൻ ഭയങ്കര പേടിയായിരുന്നു. ഇപ്പോഴത്തെ ടീച്ചേഴ്സൊക്കെ എന്താ പറയുക, വേറെ ലെവലാണ്. അപ്പോൾ എന്താ പറയുക, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. ഇനി വേറെ പരിപാടികളൊക്കെ വരുന്നുണ്ട്. പഠനോത്സവം, വാർഷികോത്സവം, ടൂർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പരിപാടികൾ വരുന്നുണ്ട്. അപ്പം എല്ലാത്തിനും നമ്മൾ പോവുക, എൻജോയ് ചെയ്യുക, അത്രയൊക്കെ തന്നെയുള്ളൂ നമ്മൾ ഈ ലൈഫിൽ കാര്യങ്ങൾ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഓക്കെ, ബൈ.